നല്ല സുഖം. ഞാൻ നേരത്തെ വന്നിട്ട് ഞാൻ നല്ല പണിയെടുക്കുന്നത് കാണിക്കാം. നീ വെച്ചോ എന്നൊക്കെ ക്ഷീണിച്ചു ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. കുറേ ദിവസമായി ഒരു വ്ളോഗ് ഇട്ടിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ. പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നല്ല ചുമയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോയിട്ടോ. ഇപ്പോൾ ഞാൻ 2 വ്ളോഗൊക്കെ സൽക്കാരം ഉണ്ടായിരുന്നു. നമ്മളെ ഇക്കാടെ വീട്ടിൽ സൽക്കാരം ഉണ്ടായിരുന്നു, നമ്മളെ സുൽത്താൻ്റെ വീട്ടിൽ സൽക്കാരം, നോമ്പ് സൽക്കാരം ഉണ്ടായിരുന്നു. നോമ്പ് തുറ അല്ലേ, നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത് എഡിറ്റ് ചെയ്യുന്ന ദിവസമായപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം എന്താ പറയുക, എല്ലാവർക്കും അറിയാണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യുദ്ധം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇക്ക അബുദാബിയിലാണ്. അപ്പോൾ ഇങ്ങനെ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നൊക്കെ ഉള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു മൂഡിലായി പോയതുകൊണ്ട് ആ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അന്ന് അത് എടുക്കുന്ന ദിവസം എന്തൊരു സന്തോഷമായിരുന്നു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അതിൻ്റെ ഒക്കെ ഒരു മൂഡ് ഓഫിലായിരുന്നു. ഒരുപാട് പേര് ഇപ്പം ഇക്ക അബുദാബിയിലാണ്, അതുപോലെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ദുബായിലുള്ള, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഓരോ വാർത്തകളും ഒമാനിൽ നിന്നും കുവൈറ്റിൽ നിന്നും ബഹ്റൈനിൽ നിന്നും അവിടെ നിന്നൊക്കെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും നാട്ടിലുള്ളവരുടെയൊക്കെ അവസ്ഥ സെയിം ആയിരിക്കും. ഏതാന്നുള്ളൊരു എല്ലാവർക്കും ഒരു ടെൻഷനല്ലേ. എത്ര ഓക്കെ ആണെന്നൊക്കെ വരുമ്പോൾ ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു അവസ്ഥ കൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും എല്ലാം അൽഹംദുലില്ലാഹ് നല്ലപോലെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അതല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ ഇക്കടെ വീട്ടിൽ നോമ്പ് സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ചൂസിൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നോമ്പല്ലേ, അപ്പം അവരൊക്കെ സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അതുപോലെ നമ്മളെ സുൽത്താൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ തന്നെ ഇതാ ഒരുപാട് ഞാൻ പെരുന്നാൾ ഡ്രസ്സുകളുടെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ഡ്രസ്സുകൾ ഓർഡർ ചെയ്തതുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കണം. കാരണം ഒരുപാട് കൂട്ടർ നമ്മളത് ചോദിക്കുന്നതാണ് ഈ പെരുന്നാളിന് എവിടുന്നാണ് നല്ല ഡ്രസ്സ് എടുക്കാൻ നല്ലതെന്നൊക്കെ. അപ്പം മിക്ക പേർക്കും ഷോപ്പിൽ പോയിട്ട് എടുക്കാൻ കുറച്ച് മടിയാണല്ലോ. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. ഷോപ്പിൽ നമ്മളിങ്ങനെ നോമ്പ് തുറന്നിട്ടാണ് പോവുക, എന്നിട്ട് ഇങ്ങനെ ഒരുപാട് ഷോപ്പ് കയറി ഇറങ്ങണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നല്ല സൈറ്റും ഒക്കെ പറഞ്ഞു തരണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ്സൊക്കെ പെരുന്നാളിൻ്റെ കാഷ്വൽ വെയർ ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു മോഡസ്റ്റ് വെയർ ആണെങ്കിലും അത്യാവശ്യം നല്ല പാർട്ടി വെയർസ് ആണെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവരുടെ, സാഫ്രോൺ ഓൺലൈൻ ബൊട്ടിക്ക. ഞാൻ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ പെരുന്നാളിന് എങ്ങാണ്ട് ഗീവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ബൊട്ടിക്കായിരുന്നു. അവരുടെ അടുത്ത് വേണം നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ തന്നെ ഒരുപാട് ഡ്രസ്സുകൾ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കാരണം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ്. അതായത് ചിലത് നമുക്ക് ഫോട്ടോസൊക്കെ കണ്ടിട്ട് കൈ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അത്ര നന്നാവില്ല, അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുന്ന അതേ സാധനമാണ് കിട്ടാറ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണിച്ചു തരാം. നല്ല അബായകളിൽ നല്ല വെറൈറ്റി അബായസ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഉണ്ട്. നല്ല കാഷ്വൽ ആയിട്ടുള്ള വെയേഴ്സ് ഉണ്ടാവില്ലേ, കുറച്ച് മോഡസ്റ്റ് വെയേഴ്സ് ആയിട്ടുള്ള അങ്ങനത്തെ എല്ലാ പ്രായക്കാർക്കും കേട്ടോ. നമ്മൾ ടീനേജ് കുട്ടികൾക്കും ഇനി കുറച്ച് പ്ലസ് സൈസുള്ള എന്നെ പോലുള്ള ആളുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മോഡസ്റ്റ് വെയേഴ്സ് ഉണ്ട്. നല്ലൊരു പാർട്ടി ലുക്കുള്ള ഈദിന് പറ്റിയ നല്ല സൽവാർസ് ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നിസ്കാര കുപ്പായം അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ സാഫ്രോൺ ഓൺലൈൻ ബുട്ടിക്കിലുണ്ട്. അപ്പോൾ പെരുന്നാളിൽ ഇങ്ങനെ ഷോപ്പിലൊന്നും പോകാൻ എന്നെ പോലെ ഇഷ്ടമില്ലാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ സെർച്ച് ചെയ്ത് തുടങ്ങിക്കോളൂ. കാരണം ആ പെരുന്നാളാകുമ്പോഴത്തേനും പിന്നെ നല്ല തിരക്കാകാരം. പിന്നെ അധികം നല്ല സാധനങ്ങൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ കാണിച്ചപ്പോൾ പിന്നെ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു, അയ്യോ അതില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അപ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പർച്ചേസ് ചെയ്തോളൂ പെരുന്നാൾ ഡ്രസ്സൊക്കെ. ഓക്കെ, പിന്നെ സാഫ്രോൺ ഓൺലൈൻ ബൊട്ടിക്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഒരു പുതിയ ഡ്രസ്സുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആക്കും. അപ്പോൾ ഞാൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതേപോലെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ഒരു സാധനമാണ് ഇതുപോലെ ശർക്കര മൈലാഞ്ചി. ഒരുപാട് പേർക്ക് കാണാമല്ലോ. ഇത് ശർക്കര മൈലാഞ്ചിയാണ് കേട്ടോ. ഇത് ഞാനൊരു ഓൺലൈൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചതെന്നാണ്. ഇത് ഞാൻ ഒരു തവണയാണ് ഇട്ടിട്ടുള്ളൂ. ഒരു തവണ ഇട്ട് ഇതുപോലെ ഈ മൈലാഞ്ചിൻ്റെ റെഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു തവണ ഇട്ടിട്ട് ഇതൊന്ന് 3-ാമത്തെ ദിവസമായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു എന്ത് ഫോക്കസ് ആവത്തെ, അപ്പോൾ ഈ ഒരു ഇങ്ങനൊരു
അപ്പോൾ ഈ ഒരു മൈലാഞ്ചിൻ്റെ പോലത്തെ നല്ല റെഡ് കളറാണ് ഉണ്ടാവുക. ഇനി ഇത് തന്നെ ഒരു 3 തവണ ഇട്ടാൽ നല്ല ഡാർക്ക് മെറൂൺ കിട്ടും. പക്ഷെ അപ്പോഴത്തേന് ഞാൻ ഇക്കടെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഈ ട്യൂബ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു തവണ ഇട്ട സ്റ്റെയിൻ ആണ് കേട്ടോ ഇത്. ഇനി ഇത് ഒരു 3 തവണ ഇടുമ്പോൾ നല്ല ഡാർക്ക് മെറൂൺ റെഡ് ആവും. ഇന്നൊക്കെ ഇനി ഇടണം, പെരുന്നാളാകുമ്പോഴത്തേന് നല്ല റെഡ് ആവുമല്ലോ. അപ്പോൾ മൈലാഞ്ചി വാങ്ങിക്കാൻ ഇതിലല്ല കേട്ടോ ലിങ്ക്, അത് ഞാൻ ഷോർട്സ് ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പം ഷോർട്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നാണ്. ഷോർട്സ് ഞാൻ വൈകാതെ തന്നെ ഇടാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ ഉണ്ട്. ഈ ഒരു ടെൻഷൻ കാരണം ഒന്നിനും മൂഡില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ളതൊന്നും നമ്മളെ കയ്യിലല്ല. അപ്പം അതൊക്കെ ഇങ്ങനെ നല്ലപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഇന്നത്തെ നോമ്പ് സൽക്കാര വിശേഷങ്ങൾ, നോമ്പ് തുറയുടെ വിശേഷങ്ങൾ കാണിച്ചത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ ഇക്കാടെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നത്. സ്കൂളുണ്ടായിരുന്നു. ഞാൻ അവരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് യൂണിഫോം എല്ലാം മാറ്റി ഡ്രസ്സ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ചൂസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോമ്പ് തുറയാണല്ലോ. പിന്നെ അമ്മച്ചിക്ക് ഭയങ്കര ചുമയായിരുന്നു പെട്ടെന്ന്, അതുകൊണ്ട് അമ്മച്ചിക്ക് വരാൻ പറ്റിയില്ല. വാപ്പ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് സാധനങ്ങൾ കാറ്ററിംഗ് കുറച്ച് നമ്മൾ ഉണ്ടാക്കിക്കാണ് അല്ലേ? എന്തൊക്കെയാ കടികൾ? ഇത് നിങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കിയാലോ? നീ നിശി ഉണ്ടാക്കി, മിനി ഹെൽപ്പിനുണ്ടാവും അല്ലേ? നിശന്റെ പിന്നെ പൊട്ടാറ്റോ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. മറ്റേത് നോമ്പൊക്കെ അല്ലേ, എല്ലാം കൂടി വീട്ടിലുണ്ടാക്കുമ്പോഴത്തേനും അത്യാവശ്യം ടയർഡായി പോകും. അപ്പോൾ ഇങ്ങനെ പത്തിരി, നൂൽപുട്ട്, ബിരിയാണി, പൊറോട്ട ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. മെയിൻ ഫുഡൊക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ വീട്ടിലുണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കട്ടെ. ഇത് രക്തത്തിൽ ലില്ലി കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഓളൊക്കെ ഈ പെണ്ണുങ്ങളുടെ കൂടെ എന്നിട്ട് കാര്യമില്ല. അലങ്കാരം ഡിസൈനിൽ വെക്കണം തന്നെ പോണെന്ന് പതറിയത്. അതെ, ഞാൻ ഫ്രൂട്ട്സിൽ ഡിസൈൻ കളിക്കാറുള്ളത്. നോമ്പായതുകൊണ്ട് ഇവളൊക്കെ ധൈര്യമായിട്ട് തേൽപ്പിക്കാം, അല്ലെങ്കിൽ പകുതി ഫ്രൂട്ട്സ് ഓളപ്പത്തിന് കഴിച്ചിട്ടുണ്ടോ. ഇന്ന ഇടക്കിടക്ക് ഓരോ ഷർട്ട്. ഓക്കെ, നല്ല സുഖം. ഞാൻ നേരത്തെ വന്നിട്ട് ഞാൻ നല്ല പണിയെടുക്കുമ്പോൾ കാണിക്കാൻ വെച്ചോ എന്നൊക്കെ ക്ഷീണിച്ചു ഐറ്റംസ് കാണിച്ചു കൊടുക്കും. ഒരു പ്ലേറ്റിലേക്ക് സൂം ചെയ്യും. കട്ട്ലറ്റ് ഉണ്ട്, ഉന്നക്കായ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് അല്ലേ? ഉന്നക്കായ, കേക്ക്, പക്കോട, പിന്നെ ഈ പൊട്ടാറ്റോ അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്. സമോസ ഞാൻ ഇപ്പൊ ക്യാമറ കുഞ്ഞാക്കെന്നല്ല ഹായ് തരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു. ഇതാ നോമ്പ് തുറന്നു. ഇതാ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടല്ലോ. ഇവർ പൂനെയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ലൈക്ക് അവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ സെവൻസ് ഫുട്ബോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രദറിലോ ഷാനവാസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. നിങ്ങളൊക്കെ നോമ്പ് തുറന്നല്ലോ? ഫുഡ് കഴിച്ചോ? നോമ്പില്ലെങ്കിലും നോമ്പ് തുറന്നല്ലോ ചേച്ചിട്ടാ? നീ നോമ്പില്ലെങ്കിലും നോമ്പ് തുറന്നോ? നിനക്ക് നോമ്പുണ്ടായിരുന്നു? സത്യം പറയണം.
അല്ല ഞാൻ വീഡിയോ ബ്ലോഗ് എടുക്കാൻ ഇവരൊക്കെ മനസ്സിലാവില്ല. മതിയാക്കി നീ ഫുള്ളായിട്ടാണോ മതിയാക്കിയത്? എന്താ ബിരിയാണി കഴിച്ച് പോലത്തെ വീഡിയോ മതി എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് നമ്മളെ കുഞ്ഞുമോളെ ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ഇത് ഫുട്ബോൾ ടീമാണ്, ഇവിടെ ഡോക്ടേഴ്സ് ആണ്. ഓക്കെ കോച്ചാണ് കളിനെ കുറിച്ച് എല്ലാ തന്നോ ഓക്കെ ഫുഡൊക്കെ കഴിച്ചില്ലേ? അത് നമ്മളെ കുട്ടൻ. ഇതെന്താ ഇവിടെ കപ്പ് കൊട്ടാരം കളിക്കാം? അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഇന്ന് ഫെബ്രുവരി 28 ഷാനവാസിൻ്റെയും മിന്നിൻ്റെയും കപ്പിൾസിൻ്റെ ബർത്ത്ഡേ ഒരേ ഡേറ്റിലാണ് കേട്ടോ. നമുക്കൊരു വീഡിയോ തരുമോ? കുഞ്ഞു കുഞ്ഞു പൈസ കൊടുക്കും. ആകെ ഫോട്ടോ കള്ള തല്ലാണ് സാരി. കുട്ടിനെ അതെ കുട്ടി പണിയുന്നുണ്ട് കേട്ടോ. കളിക്കാൻ പോവാൻ പറ്റില്ല, രാത്രിയല്ലേ? ഇപ്പൊ പോവാൻ പറ്റൂല, ഇപ്പൊ പോവാൻ പറ്റൂലേ, രാത്രി ആയില്ലേ ഇപ്പൊ. അങ്ങനെ ബർത്ത്ഡേ പരിപാടിയും കഴിഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് വീണ്ടും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിവിടെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ രാത്രി പോകുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനും ഒന്നും കഴിക്കാൻ വേണ്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പക്ഷേ ഒന്ന് ഇങ്ങനെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര സന്തോഷമില്ല. അപ്പോൾ സേഫാണെന്നൊക്കെ പറഞ്ഞാലും വെറുതെ മനസ്സിലൊരു ടെൻഷൻ, ഇക്കവിടെ അല്ലേ, അങ്ങനെയൊക്കെ. എന്തായാലും ഈ വീഡിയോയിൽ സുൽത്താൻ്റെ വീട്ടിലത്തെ നോമ്പ് തുറം കൂടി ഇടാനുള്ള സ്പേസ് ഇല്ല. അത് നമുക്ക് അടുത്ത വ്ളോഗായിട്ട് ഇടണ്ട കേട്ടോ. അങ്ങനെ അത് ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടുന്ന് ഒരു തിരക്ക്, ഒന്ന് കഴിക്കാനൊന്നും വേണ്ട, നല്ലൊരു രസം അല്ലേ. ഓക്കെ, വീട്ടിൽ നിന്ന് കാണാം. ആരച്ച്